ഹായ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളോട് പറയാനായിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ബോർഡ് എക്സാമിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ ഇനി വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന മോഡൽ എക്സാമിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ മോഡൽ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യണം, മാർച്ച് എക്സാമിനേഷൻ്റെ അതേ ഇമ്പോർട്ടൻസ് കൂടി തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആണ് ഞാനൊന്ന് ചർച്ചാ വിഷയമായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം മുമ്പത്തെ എക്സാമിനേഷനൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 5 വർഷം മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം, അതായത് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 80% മാർക്ക് അല്ലെങ്കിൽ ഒരു 100% മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എൻറ്റയർലി മാറിയിരിക്കുകയാണ്. അതായത് കോൺസെപ്റ്റ് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. NCERTയുടെ ഓരോ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ നിന്നും ഇപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ട് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റും, ഫിസിക്സ് ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയോട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു മാർക്കിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ, സാറേ ഇനി ഒരു മാസം മാത്രമേ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ, ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിലൂടെ എത്തിച്ചേരാൻ സാധിക്കുമോ, കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് പല കുട്ടികളും കൺസേൺ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഈ ഒരു ഒറ്റ മാസം നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും. മറ്റൊന്നുമല്ല, നമ്മുടെ എൻഡ് ഗെയിമിനെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എൻഡ് ഗെയിം ബാച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. എല്ലാ ചാപ്റ്റർ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ എടുത്തു കൊടുക്കുന്ന, എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളുള്ള സൈലത്തിൻ്റെ തന്നെ പല കുട്ടികളുടെയും റിസൾട്ട് മാറ്റിമറിച്ചൊരു ബാച്ചാണ് എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ എൻഡ് ഗെയിം ബാച്ചിൽ മാത്രം അഡ്മിഷൻ എടുത്തുകൊണ്ട് മുഴുവൻ A+ വാങ്ങിയ കുറേയേറെ കുട്ടികൾ നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അതിനൊരു ഓപ്പർച്യൂണിറ്റി സൈലം തരികയാണ്. നമ്മുടെ സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ചിൽ നിങ്ങൾ ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക. ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട്, അതല്ല എങ്കിൽ നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ എൻഡ് ഗെയിമിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, മൈൻഡ് മാപ്പ് ഉണ്ടായിരിക്കും, ഇൻസ്റ്റാലിൻ ഉണ്ടായിരിക്കും, PYQ ക്വസ്റ്റൻ സീരീസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ടോപ്പർ സീരീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു സാധനമാണ് ടോപ്പർ സീരീസ് എന്ന് പറയുന്നത്. ലൈവ് ക്ലാസ്സും ടോപ്പർ സീരീസും കണ്ടാൽ പിന്നെ ആ ചാപ്റ്റർ സെറ്റായിരിക്കും. അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം കളയാനില്ല, ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കുക. നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് നല്ലൊരു മാർക്കിൽ എത്തിച്ചേരാം. മുഴുവൻ മാർക്ക് നമുക്ക് അടിച്ചെടുക്കാം മക്കളെ. ഇനി കയറി പോന്നേക്കണം.